ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 4 സെന്റിൽ 4 ബെഡ്റൂമുകളുള്ള 2080 സ്ക്വയർ ഫീറ്റിലെ അതിമനോഹരമായ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 8ഓളം വീടുകൾ വരുന്ന വില്ല പ്രൊജക്റ്റിലെ ആദ്യത്തെ വീടാണിത്. 6 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഗേറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇവിടെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. ഇവിടെ 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 18 അടി നീളവും 16 അടി വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ മുൻഭാഗത്താണുള്ളത്. ഇവിടെ ഏകദേശം 5.5 അടിയോളമാണ് വിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയും കടപ്പാ കല്ലുകളാണ് പാകിയിരിക്കുന്നത്. ഇവിടെയും ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്കു ഭാഗത്താണുള്ളത്. ഏകദേശം 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു കോർട്ട്യാർഡിൻ്റെ വർക്ക് നടക്കുന്നു. ഡൈനിങ് റൂമിൽ നിന്ന് ഈ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയായിട്ട് വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് നമ്മുടെ കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3.2 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. തെക്ക് ദർശനമായുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. 5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായി മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വളരെ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നതാണ്. ഇത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 15 അടി നീളവും 9.7 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഇൻവെർട്ടർ പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 9.5 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിലുള്ളത്.
ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് ഈ വീടിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലെ ബെഡ്റൂമാണിത്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും എംഎസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറും ഓപ്പൺ ബാൽക്കണിയിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 22 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടൊരു TV യൂണിറ്റും ഒരു ടേബിളും നൽകിയിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 12.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗത്ത് സൈഡിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 12.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഇവിടെ 2 ബാൽക്കണിയാണുള്ളത്. ഒരു ക്ലോസ്ഡ് ബാൽക്കണിയും ഒരു ഓപ്പൺ ബാൽക്കണിയും. ഇതാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് ബാൽക്കണി. ഇനി നമുക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോകാം. ഏകദേശം 5 അടിയോളം വിട്ടുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 13 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് സ്ഥലത്ത് 2080 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 87 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും
സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.